ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ റെക്കോൾ ചെയ്തിട്ടില്ല. ആ ഓപ്പറേഷൻ ഇപ്പോഴും ലൈവാണ്. ഒരു വെടിനിർത്തൽ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഫർദർ എസ്കലേഷൻ ഒന്നും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ക്രോസ് ബോർഡർ ടെററിസം നമ്മുടെ ഒരു ശാപമാണ്. കഴിഞ്ഞ 75 വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ നരകയാതന അനുഭവിക്കുന്ന ഒരു ജനതയാണ്. ഇന്നലെ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ഇന്നലെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇന്ത്യക്ക് പുറത്തു വച്ചിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോഴത്തേക്ക് വിമാനങ്ങൾ വീണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വിമാനങ്ങൾ വീണോ എന്നുള്ളതല്ല പ്രശ്നം, അതെന്തുകൊണ്ട് വീണു എന്ന് നോക്കുന്നതാണ് പ്രശ്നം. ഡിഫൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ആയുധങ്ങൾ, വെടിക്കോപ്പുകളെല്ലാം നമ്മൾ ഉപയോഗിക്കാനും ശത്രുവിനെ നശിപ്പിക്കാനും ഉള്ളത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ നശിച്ചെന്നും വരും. അത് തയ്യാറായിട്ട് തന്നെയാണ് പോകുന്നത്. ഓരോ ഫൈറ്റർ പൈലറ്റും ആ ഒരു വിമാനം എടുത്ത് പോകുമ്പോഴത്തേക്ക് അത് യാത്രയാക്കുന്ന സൈനികൻ തൊപ്പിയില്ലാതെ സല്യൂട്ട് ചെയ്യുകയാണ്. എന്താണ് ആ തൊപ്പിയില്ലാതെ സല്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന്, തൊപ്പി ഉപയോഗിക്കുന്നത് റിസ്ക്കാണ് വിമാനത്തിനടുത്ത്. രണ്ട്, അയാൾ പോവുകയാണ്, തിരിച്ച് വരുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പീസ് ടൈമിൽ പോലും, നമ്മുടെ ട്രെയിനിങ് സെഷനിൽ പോലും നമ്മളൊരു പൈലറ്റിന് തൊപ്പിയില്ലാതെ സല്യൂട്ട് കൊടുത്തയക്കുന്നതും അദ്ദേഹം അവിടെ ഇരുന്ന് തിരിച്ച് സല്യൂട്ട് ചെയ്യും. അത് അയാളുടെ ലാസ്റ്റ് പോക്കാണ്. വന്നാൽ വന്നു, പോയാൽ പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ പപ്പ് ചോദിക്കുന്നത് എത്ര വിമാനം പോയാൽ എൻ്റെ കണക്ക് കൊടുക്കാനാണ്. ഞാൻ എൻ്റെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും കൂടെ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ കണക്കൊന്നും ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. സൈനിക രഹസ്യങ്ങൾ എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്. അത് ഈ പന്നയന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. സൈനിക രഹസ്യങ്ങൾ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ വയ്ക്കും 400 വർഷത്തിന് ശേഷം. ഇപ്പോൾ വയ്ക്കാൻ ഉദ്ദേശിക്കില്ല. ഇവർ ചോദിക്കുന്ന ഒരു വിവരവും ഡിഫൻസ് ജനപ്രതിനിധികളാണ് അവർ ശമ്പളം കൊടുക്കുന്നത്. ഇന്നലെ ഒരു മലയാളി വ്ളോഗറുണ്ട്, UAE എന്ന് ചെയ്യുന്നത്. അയാൾ പറയുന്നുണ്ട്, ജനങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ പട്ടാളക്കാർ മുഴുവൻ ഉത്തരം കൊടുക്കണമെന്നാണ് പറയുന്നത്. പട്ടാളക്കാർക്ക് ആർക്കും ഉത്തരം കൊടുക്കാൻ പോകുന്നില്ല. കാര്യം, പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം സൈനികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സീക്രട്ടാണ്. അത് നമ്മൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. അത് എപ്പോഴും എങ്ങനെ പറയുമെന്ന് സൈന്യം തീരുമാനിക്കും. ജനാധിപത്യമാണ്, പക്ഷെ ജനങ്ങൾക്ക് സൈന്യത്തിൻ്റെ പുറത്ത് ആധിപത്യം ഇല്ല. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് സൈന്യം ചിലപ്പോൾ ജനത്തിൻ്റെ പുറത്ത് ആധിപത്യം പ്രഖ്യാപിക്കും, പാകിസ്ഥാനിലെ പോലെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു പരീക്ഷണത്തിന് പോകുന്നില്ല. സൈന്യത്തിൻ്റെതായ രഹസ്യങ്ങൾ സൈന്യം സൂക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റായ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയ പൈസ എത്രയെന്ന് അത് ആർക്കൊക്കെ കൊടുത്തെന്നും കൂടെ കണക്ക് ചോദിക്കണമെന്ന് യുവരാജ നിയമപ്രകാരം പപ്പു അപേക്ഷയിടുമല്ലോ. റാ പോലുള്ള സീക്രട്ട് ഏജൻസികളുണ്ട്, സെക്യൂരിറ്റി ഏജൻസികളുണ്ട്, ഡിഫൻസിനകത്ത് തന്നെ മിലിറ്ററി ഇന്റലിജൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്, അവരൊക്കെ ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നും എങ്ങനെയാണെന്നും അവരുടെ മേലുദ്യോഗസ്ഥന്മാർ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യയിൽ വെളിപ്പെടുത്താതെ അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് അദ്ദേഹം വെളിപ്പെടുത്തി എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നതാണ്, നമ്മുടെ വിദേശത്ത് നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്ത വിമാനങ്ങളുടെ എല്ലാവരുടെയും ട്രാക്കിങ് അതാത് രാജ്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ട്രംപ് ലോകത്തൊരു രാജ്യങ്ങളും അങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ F-35, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇന്ത്യ ഇന്ന് വരെ F-16 വാങ്ങിച്ചിട്ടില്ല. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, അമേരിക്കക്കാർ തരാത്തതുകൊണ്ടല്ല, നമുക്കത് വേണ്ട. റഷ്യൻ വിമാനങ്ങളാണ് നമ്മളെപ്പോഴും സേഫായിട്ട് നമ്മൾ വിശ്വസിച്ച് പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു പുതിയ തലമുറയിലാണ്, കുറച്ചു കാലം കൊണ്ട് നമ്മൾ ഫ്രഞ്ച് വിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫ്രഞ്ച് വിമാനങ്ങൾ ഈ രീതിയിൽ സർവൈലൻസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. റഫേൽ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളെ സർവൈലൻസിന് ആയിരുന്നിരിക്കാം, അവർക്ക് വിവരം കിട്ടിയിരിക്കാം. എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞൂടാ, ഊഹാപോഹങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥന്മാർ ഫ്രാൻസിൽ വെച്ചിട്ട് ഇന്ത്യയിലെ ചില വിമാനങ്ങൾക്ക് കേടായി എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂടുതൽ പറയാൻ നമ്മളൊന്നും ആളില്ല, നമ്മൾ വളരെ ചെറിയ നിസ്സാരരായ ആൾക്കാരാണ്. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ
ഇന്ത്യയുടെ ഡിഫൻസ് സീക്രട്ടുകൾ ഇപ്പം ഒരു സ്ക്വാഡനിൽ എത്ര വിമാനങ്ങളുണ്ടെന്നും അതിൽ എത്ര എണ്ണം സർവീസബിൾ ആണെന്നും എത്ര എണ്ണം അടിച്ചു പോയെന്നും എത്ര എണ്ണം ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൻസിൽ പലർക്കും അറിയാം. അത് ഒരു വളരെ നമുക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല. ഒരു വിമാനം പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നില്ലെങ്കിൽ അത് അയക്കുന്ന ആൾക്കറിയാം എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല. അത് ഒരാൾ മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, അത് പലരറിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു വിമാനം നഷ്ടപ്പെടുന്നത്. അത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ട സമയത്ത് മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരു ഓപ്പറേഷനാണ്, ഇതിനെപ്പറ്റി സംസാരിക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഓപ്പറേഷൻ ഓണാണ്, അത് റീകാൾ ചെയ്തിട്ടില്ല. ആ റീകാൾ ചെയ്യുന്നത് വരെ അതിനെ പറ്റിയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിവരങ്ങൾ പരസ്പരം അതൊരു സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളല്ല. പിന്നെ നമ്മൾ ആയുധങ്ങൾ വാങ്ങിച്ചത്, വിമാനങ്ങൾ വാങ്ങിച്ചത് അടുക്കളയിൽ ഒളിച്ചു വെക്കാനല്ല, യുദ്ധം ചെയ്യാനാണ്. യുദ്ധം ചെയ്യാൻ ഒരു വിമാനം പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിന് അപകടം ഉണ്ടായെന്ന് വരും. നമ്മളെ ഫ്ലൈയിങ് സോർട്ടിയിൽ, നമ്മുടെ ട്രെയിനിങ് സോർട്ടിയിലും സാധാരണ സോർട്ടിയിലും എത്രയോ അപകടങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നു, ഒരു ആരും അടിച്ചിടാതെ തന്നെ. അപ്പോൾ ഒരു വിമാനം കൊണ്ടുപോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ അത് അവർ വെടിവെച്ചിട്ട് തന്നെ ആവണമെന്നില്ല. നമ്മൾ ഒരു റഫാൽ ഇനി അഥവാ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ഒരു റഫാൽ 1 മാസത്തിനകത്ത് തകർന്നു പോയി. അത് ഒരു മെഷീനാണ്, അതിനെപ്പോഴും എന്ത് സംഭവിക്കാം, മനുഷ്യൻ സംഭവിക്കുന്നു, പിന്നെയല്ലേ മെഷീൻ. അപ്പോൾ ഒരു മെഷീൻ ചിലപ്പോൾ കേടായിരിക്കാം, നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് ചിലപ്പോൾ കേടായി പോയിരിക്കാം. അത് പാകിസ്ഥാൻ അടിച്ചിട്ട് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടു എന്നേ പറയുന്നുള്ളൂ. ഏത് രീതിയിൽ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതൊന്നും അദ്ദേഹം റിവീൽ ചെയ്യാൻ പോകുന്നുമില്ല. അതിന് നമ്മുടെ എയർ ചീഫ് ഉണ്ട്. എയർ ചീഫ് ഇത്തരം കാര്യങ്ങൾ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിനെ അറിയിക്കും, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ക്യാബിനറ്റിൽ അറിയിക്കും. ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ പബ്ലിക്കാവും. അതിനൊക്കെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ട്. അല്ലാതെ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ പറയുന്ന മാതിരി നിങ്ങൾ ഓരോരോ വിവരങ്ങളായിട്ട് അന്നന്ന് എഴുതി ഓരോ കടലാസിൽ എഴുതി എല്ലാവരെയും പത്രക്കാരെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കണ കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ നമ്മൾ സംയമനം പാലിക്കണം. നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നഷ്ടം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ 10 ഇരട്ടി നഷ്ടം അല്ലെങ്കിൽ 100 ഇരട്ടി നഷ്ടം നമ്മൾ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 100 ഇരട്ടി നഷ്ടം അവിടെ ഉണ്ടാക്കണമെങ്കിൽ 1% നഷ്ടം നമുക്കും ഉണ്ടായേ പറ്റുള്ളൂ. നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകാതെ നമ്മൾ ഒരു യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തക്ക വിഡ്ഢികളാവരുത് നമ്മൾ. പ്രൈം മിനിസ്റ്റർ പറയത്തില്ല എന്തൊക്കെ നഷ്ടം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയൂ. യുദ്ധം എന്ന് പറയുന്നത്, യുദ്ധവും സമാധാനവും രണ്ട് കാര്യങ്ങളാണ്. സമാധാന സമയത്ത് നമ്മളൊരു രാജനെ വെടിവെച്ച് കൊന്നു എത്ര പേര് അറസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചപ്പോഴത്തെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞ നാടാണ്. ഉരുട്ടിക്കൊന്ന രാജനെ അറസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ എനക്കറിയത്തില്ല എന്ന് പറഞ്ഞ നാടാണ്. ആ CPI-കാരാണ് ഇപ്പോൾ ചോദിക്കുന്നത്, കണക്ക് ചോദിക്കുന്നത് എത്ര വിമാനങ്ങൾ പോയി, അതിന് എത്ര പൈലറ്റുമാർ പോയി, അതിന് എത്ര പേര് നഷ്ടപ്പെട്ടു, എത്ര പേര് മരിച്ചവർക്ക് വീട്ടുകാർക്കറിയാം അവർ മരിക്കാൻ തന്നെയാണ് പോകുന്നത്. ഒരാൾ സൈന്യത്തിൽ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മരിക്കും എന്നുള്ള ഉറപ്പോട് തന്നെയാണ് ട്രെയിൻ കയറുന്നത്. അതിനകത്തൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല, അവരുടെ കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടില്ല, കണ്ടു നിൽക്കുന്ന നാട്ടുകാർക്ക് എന്താ ബുദ്ധിമുട്ട്? ഇതിനെപ്പറ്റി ആലോചിക്കുക, ബുദ്ധിയോട് പ്രതികരിക്കുക. നന്ദി, നമസ്കാരം.